ഫാമിൽ ഞങ്ങൾ ഇവിടെ നൽകുന്നത് ഇന്ന് സൗജന്യമായിട്ടുള്ള പച്ചക്കറി തൈകളാണ്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഇതിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട്. 1000 ആളുകൾക്ക് ജൈവ പച്ചക്കറി തൈകൾ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്ര നേഴ്സറിലാണ് ഞാൻ വീണ്ടും എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിവിടെ സൗജന്യ പച്ചക്കറി വിതരണം നടത്തുന്ന ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ ഇതിനെക്കുറിച്ച് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഫാമിൽ ഞങ്ങൾ ഇവിടെ നൽകുന്നത് ഇന്ന് സൗജന്യമായിട്ടുള്ള പച്ചക്കറി തൈകളാണ്. ഇത് 8ാമത്തെ പ്രാവശ്യമാണ് ഈ പച്ചക്കറി തൈ വിതരണം ഇവിടെ നടക്കുന്നത്. വളരെ നല്ല തൈകളും ഇത് കൊണ്ടുപോയി മുൻകാലങ്ങളിൽ ഉപയോഗിച്ച് വളരെ നല്ല ഹീൽഡ് കിട്ടുകയും നല്ല ഗുണമേന്മയുള്ള തൈകളും ആയതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇവിടെ ഇന്ന് എത്തിച്ചേരാണ്ടായ കാരണം. ഇതിവിടെ വന്നതിന് ശേഷം ഈ പ്രദേശങ്ങളിൽ നല്ല നല്ല വെറൈറ്റി തൈകളും എല്ലാം ഒരു കർഷകന് ആവശ്യമായ എല്ലാ സാധനങ്ങളും വിതരണം ചെയ്യുന്ന ഒരു നഴ്സറിയാണ്. എന്ത് തൈകൾ ചോദിച്ചാലും ഇവിടെ റെഡിയാണ്. വലുതും ചെറുതും അതും നല്ല ഗുണമേന്മയുള്ളതും വളരെയധികം ഗുണം ചെയ്തുള്ളതുമായ തൈകൾ വിതരണം ചെയ്യുന്നതുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരു നഴ്സറി കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഈ വാങ്ങിച്ച് കൊണ്ടുവന്നുള്ള ചതികളിലൊന്നും പെടാത്ത നല്ല രീതിയിലുള്ള കർഷകരായി മാറിയിട്ടുണ്ട്. ക്വാളിറ്റിയിൽ നമുക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റും. ക്വാളിറ്റിയിൽ 100% കൊണ്ടാണ് അത്രയും പിടിച്ചിരിക്കുന്നത്. ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഉണ്ടായ കാലങ്ങളിൽ ഉണ്ടായതൊക്കെ ഇപ്പോൾ നിലവിൽ കായവരുണ്ട്. ആ ഗുണം കൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിന്നത്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഇതിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട്. 1000 ആളുകൾക്ക് ജൈവ പച്ചക്കറി തൈകൾ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറയുകയും കൃത്യമായും അത് തൈകൾ കൊടുക്കൽ മാത്രമല്ല എങ്ങനെയെല്ലാം അതിൻ്റെ വളപ്രയോഗവും മറ്റു കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഒരു നല്ല കൃഷിരീതി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഞങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഉദ്ഘാടനത്തിൽ ഇവിടെ വലിയൊരു ജനപ്രവാഹം ഉണ്ടാവാനുള്ള കാരണം. അത് ഞങ്ങൾ തുടർന്ന് എല്ലാ വർഷവും നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ കൂടിയാണ്. അത് മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ എല്ലാവിധ ചെടികളും എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇപ്പം മാവ്, പ്ലാവ്, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇനങ്ങളും ഉണ്ട്. എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. കർഷകർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു വലിയ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഞങ്ങൾക്ക് വിളി വരുന്നുണ്ട്. ഞങ്ങൾ അത്തരം ഒരു ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വളരെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയി. നിങ്ങളെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ വന്ന വീഡിയോയിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ വിളികളൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിലായിട്ട് വിളികളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വലിയ മുന്നേറ്റം നടത്താൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്.